വലിയ ഒരു നമ്മുടെ ചലച്ചിത്ര അങ്ങനെയൊന്നും അവകാശപ്പെടുന്ന ഒരാളല്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണയില്ല ആളല്ല. ഞാൻ എപ്പോഴും നാടിനൊപ്പം സഞ്ചരിച്ചൊരാളാണ്. അവനവൻ്റെ നാടിനോ അല്ലെങ്കിൽ നമ്മളെ ഇതിനോ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അന്വേഷണം ഉണ്ടല്ലോ, ഞാൻ അതാണ് ചെയ്തിട്ടുള്ളത്. പെരുമാളുടെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ പിന്നെ അതിന് തടസ്സമില്ല. ഞാൻ കല്യാണ മണ്ഡപത്തിൽ ഏറ്റവും വലിയ മാർക്കറ്റിങ്ങോടെയാണ് അത് നടത്തിയത്. ഞാൻ അന്ന് എടുത്ത സമീപനം, ഈ ചന്തയിൽ വെച്ചിട്ട് ഇതെന്തായാലും വിൽക്കൂല, കാരണം ഇത് മുളക് ബജി പോലെയോ കടല പോലെയോ പുറത്ത് വിൽക്കൂല. പെരുമാളുടെ CD വല്ലാത്ത കഠിനാധ്വാനം ആവശ്യമുണ്ടായിരുന്നു. ഇത് ജനങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട്. അത് പെരുമാളുടെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ ശ്രീജിത്ത് IPS. അദ്ദേഹം ഈ പാട്ട് TV-യിൽ കണ്ടിട്ട് അദ്ദേഹത്തിന് ആ പാട്ടൊന്ന് വേണമെന്നാണ്. സത്യം പറഞ്ഞാല് അന്നേരം ഇത് ഇറങ്ങിയിട്ടില്ല, ആ ഒരു TV-യിൽ വന്നതേ ഉള്ളൂ ഒരു പാട്ട്. എല്ലാ അർത്ഥത്തിലും അത് ക്രിയേറ്റ് ചെയ്ത ഞാൻ അതിന്റെ കോപ്പിറൈറ്റ് ഉള്ള ആളല്ല. ഞാൻ ഇതിനിടെ അന്വേഷിച്ചപ്പോ മാംഗോ മ്യൂസിക് എന്ന് പറയുന്നത് കമ്പനിയാണ് ഇതിന്റെ റൈറ്റ് എടുത്തേക്കുന്നത്. അതായത് ഇത് എങ്ങനെ പോയി നമുക്ക് അറിഞ്ഞൂടാ. സാമാന ശ്രീകുമാറിന്റെ പാട്ട്, ആ പാട്ട് ഗാലറി വിഷൻ എന്ന് പറയുന്ന എറണാകുളത്തുള്ള ഒരു കമ്പനിയുടെ പേരിലാണ് ഇപ്പൊ കിടന്നത്. ഏതെങ്കിലും ഒരു 4 പരിപാടിയിലോ അല്ലെങ്കിൽ ഒരു 4 നോട്ടീസിലോ ഞാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. എന്തായാലും അതിന്റെ സ്രഷ്ടാവിനെ അത്യാവശ്യം ഇങ്ങനെ ഒരാളാണ് അത് ചെയ്തത് എന്ന് പറയുകയോ അല്ലെങ്കിൽ അയാളെ ഓർമ്മിക്കുകയോ ചെയ്യുക എന്ന് പറയുന്നത് ഒരു നാട്ടുമതിയാണ്. ഒരു കലാകാരനോ കലാപ്രവർത്തകനോ ചെയ്യുന്ന അയാളുടെ കലാസൃഷ്ടിയെ നമുക്ക് തമസ്കരിക്കാൻ പറ്റും. അത് കാലത്തെ മറികടന്ന് മുമ്പോട്ട് പോകുന്നുള്ളതാണ്. എന്താണ് സുരേഷിന് ആദ്യം പറയാനുള്ളത്? അത് ആദ്യം എനിക്ക് പറയാനുള്ളത് വളരെ വലിയ സന്തോഷമാണ്. കാരണം 2010 അന്നത്തെ ഇതേപോലുള്ളൊരു വൃശ്ചിക പുലരിയിലാണ്, സംക്രമ ദിവസം, നിറമാല എന്ന് പറയുന്ന ഒരു ആൽബം, ഭക്തിഗാന ആൽബം ഞാൻ പുറത്തിറക്കുന്നത്. അതിനും ഒരു 1.5 വർഷം മുമ്പ് ഞാൻ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു. ഏതാണ്ട് ഒരു 1.5 വർഷത്തെ വലിയ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് പയ്യന്നൂർ പെരുമാളുടെ മുമ്പാകെ ഇങ്ങനൊരു ഭക്തിഗാന ആൽബം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത്. അപ്പം അത് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ ഉണ്ടായൊരു ആഗ്രഹമാണ്. ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നത് പയ്യന്നൂർ പെരുമാളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരിക്കണം എന്നുള്ളത്. കാരണം അത് ആ നടയിൽ ഇത്രയും കാലം ജീവിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. എൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം എന്ന് പറയുന്നത് ഈ പാട്ടുകളുടെ ചിത്രീകരണമാണ്. ശരിക്കും ആ പാട്ടുകളും അങ്ങനെ അണിയിച്ചൊരുക്കുക എന്ന് പറയുന്നത്. അപ്പം അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുൻ മാതൃകകളൊന്നുമില്ല. ഇതിൻ്റെ വീഡിയോ കുറേ പാട്ടുകൾ പയ്യന്നൂർ അമ്പലവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വീഡിയോ എന്നുള്ള രീതിയിൽ ഈ ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങൾ, അവിടുത്തെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതെല്ലാം ഒരുപക്ഷെ പയ്യന്നൂരിന് പുറത്തേക്കും കൂടുതൽ ഭക്തജനങ്ങളിലേക്ക്, കൂടുതൽ മലയാളികളിലേക്ക് എത്തിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ്, അങ്ങനെ ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത്. അപ്പോൾ അത് ഞാനിങ്ങനെ ആദ്യം നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു പാട്ടുണ്ടാക്കിയിട്ട് നമ്മളതിന് സംഗീതം കൊടുത്തു കഴിഞ്ഞാൽ അമ്പലത്തെക്കുറിച്ചുള്ള പാട്ടായി. പക്ഷേ അപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തുണ്ട് വിനോദ്, അദ്ദേഹം ഇംഗ്ലീഷ് പ്രൊഫസറായിട്ട് ഇപ്പോൾ റിട്ടയർ ചെയ്തു, ഇപ്പോൾ പ്രൈവറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം വിനോദാണ് എന്നോട് പറയുന്നത് ഈ ചർച്ചയുടെ ഇടയിൽ, അതായത് പയ്യന്നൂർ അമ്പലത്തിനെ കുറിച്ച് ഉള്ള ഏറ്റവും നല്ല വരികൾ എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിനെ അടയാളപ്പെടുത്തുന്ന, ആ ക്ഷേത്രം എന്താണെന്ന് കൃത്യമായിട്ടും പുറത്തെ ഒരാൾക്ക് മനസ്സിലാവാൻ പാകത്തിൽ ഉള്ള വരികൾ എന്ന് പറയുന്നത് ആനിഡൽ എഴുത്തച്ഛൻ, വളരെ പ്രശസ്ത പണ്ഡിതനായിട്ടുള്ള ആനിഡൽ എഴുത്തച്ഛൻ എഴുതിയ കലശപ്പാട്ട്. അപ്പം ആ കലശപ്പാട്ട് എന്ന് പറയുന്നത് പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്ഷേത്രം അഗ്നിക്കിരയായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നുവെന്നും അതിനെ തുടർന്ന് അവിടെ വീണ്ടും നവീകരണം നടത്തിയപ്പോൾ അന്നത്തെ ആ നവീകരണവുമായി വേണ്ടി അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ആ സമയത്ത് ആനിഡൽ എഴുത്തച്ഛൻ എഴുതിയതാണ് ഈ കലശപ്പാട്ട് എന്ന് പറയുന്നത്. പിൽക്കാലത്ത് പയ്യന്നൂർ കോൽക്കളിയിൽ ഇത് വളരെ വലിയ രീതിയിൽ പാടി അത് ഒരു നാടിൻ്റെ തന്നെ പാട്ടുകളായിട്ട്, നാട്ടുപാട്ടുകളായിട്ട് മാറിയ
പാട്ടുകളാണ് ഈ കലശപ്പാട്ട്. ഇതിൽ വളരെ എന്താ പറയുക, നമുക്ക് ഈ ഇമ്പം തോന്നുന്ന, നമുക്ക് ഗൃഹാതുരത ഉണ്ടാക്കുന്ന വരികളാണ്. പക്ഷേ അത് വെറും കോൽക്കളി പാട്ടുകളല്ല, ശരിക്കും ക്ഷേത്രത്തിനെ നിർവചിക്കുന്ന പാട്ടുകളാണ്. അപ്പം അത് ചെയ്യാം, അത് വെച്ച് ചെയ്യുന്നതായിരിക്കും. അത് കുറച്ച് റിസ്ക് ആണ് ശരിക്കും. കാരണം അത് ചെയ്യാന്ന് പറയുന്നത് ആ പാട്ടുകൾ എടുക്കണം, ആ പാട്ട് ഒരു പാട്ടിന് കണക്കായിട്ട് അത് ചിട്ടപ്പെടുത്തണം, അതിന് പറ്റിയ ആളെ സംഗീതം ഏൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് അതിന് ഒരു ക്രിയേറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഒറ്റക്ക് നടന്നിട്ട് അന്ന് ഈ പറയുന്നത് പോലെ എൻ്റെ നാട് എൻ്റെ ക്ഷേത്രം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. അത് തിരുവനന്തപുരത്തുള്ള ആമച്ചൽ പവിത്രൻ എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, സംഗീതമായിട്ടുള്ള ചെറുപ്പക്കാരനാണ്. ഞാൻ പലരെയും കൊണ്ട് ഇത് പരീക്ഷിച്ചിരുന്നു, പല രീതിയിലും പാട്ടുകൾ ഉണ്ടാക്കി നോക്കി. എനിക്ക് ഒടുവിൽ തൃപ്തി വന്നിട്ടുള്ളത് ആമച്ചൽ പവിത്രൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനായിട്ടുള്ള അയാളുടെ ഒരു ട്യൂണാണ്. അപ്പൊ അതിന് ഓർക്കസ്ട്രേഷൻ, അതിന്റെ മ്യൂസിക്കും മറ്റു കാര്യങ്ങളെല്ലാം കൊണ്ട് അതിനെ പൊലിപ്പിച്ച് അതൊരു നിറവുള്ള പാട്ടുകളാക്കി മാറ്റിയത് അന്ന് ഏഷ്യാനെറ്റിന്റെ ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ വളരെ പോപ്പുലറായിട്ട് നിൽക്കുന്ന അനൂപ് എന്ന് പറയുന്ന ആളാണ്. അയാളുടെ ഓർക്കസ്ട്രയാണ് ഇതിന് മൊത്തം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഭക്തി തുളുമ്പുന്ന പയ്യന്നൂർ അമ്പലത്തെ, പയ്യന്നൂർ പെരുമാളെ കൃത്യമായി പുറത്തേക്ക് അടയാളപ്പെടുത്തുന്ന രീതിയിൽ കുറേ പാട്ടുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സ്കന്ദാഭർഗനന്ദന എന്ന് പറയുന്ന പാട്ട്. അത് ഏതാണ്ട് 9 മിനിറ്റുള്ള പാട്ടാണ്. ആ പാട്ടിലെ വരികൾ ശ്രദ്ധിച്ചാൽ അത് പാടുക അത്ര എളുപ്പമല്ല. അതിലൊരു ഏതാണ്ട് സംസ്കൃതത്തോട് അടുപ്പമുള്ള വാക്കുകളൊക്കെ ഉണ്ട്, കാരണം അന്നത്തെ കാലത്തെ രചനയാണ്. പക്ഷെ മധു ബാലകൃഷ്ണൻ എന്ത് മനോഹരമായിട്ടാണ്, ഒന്ന് അദ്ദേഹത്തിൻ്റെ ശബ്ദം, പിന്നെ ഭക്തിഗാനങ്ങളിലെ ഏറ്റവും ഗംഭീരമായിട്ട് പാടുന്ന ആളാണ് മധു ബാലകൃഷ്ണൻ. അങ്ങനെയാണ് ആ പാട്ട്, അമ്പലത്തെ നിർവചിക്കുന്ന ആ പാട്ട് മധു ബാലകൃഷ്ണൻ പാടണം എന്ന് തീരുമാനിക്കുന്നത്. 9 മിനിറ്റാണ് ആ പാട്ട്. അത് മധു ബാലകൃഷ്ണൻ എറണാകുളത്തെ റിയാൻ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ആ പാട്ട് നമ്മൾ എടുത്തു. ആ പാട്ട് എടുത്തതിന് ശേഷം ഇതിന് സമാന്തരമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്ന ഒരു കാര്യം, ഈ അമ്പലത്തിൽ ഇപ്പം ഞാൻ പറയുന്നത് ഇത് വീഡിയോ പുറത്തിറക്കണമെങ്കിൽ അമ്പലത്തിൻ്റെ കുറച്ച് ഷോട്ടുകൾ എടുത്തിട്ട് നമുക്ക് വളരെ വേഗം ഇത് വീഡിയോ ആയിട്ട് പുറത്തു വിടാം. പക്ഷെ ഞാൻ തീരുമാനിച്ചത് ആദ്യം പറഞ്ഞതുപോലെ പയ്യന്നൂർ അമ്പലത്തെ പുറത്തുള്ള മലയാളികൾക്ക് വരെ നമ്മൾ പരിചയപ്പെടുത്തണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ ആചാരങ്ങളും വ്യത്യസ്തമായ അനുഷ്ഠാനങ്ങളും അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വിടണം. അങ്ങനെ ഈ ക്ഷേത്രത്തിൽ ഒരു വർഷം നടക്കുന്ന എല്ലാ ചടങ്ങുകളും ഞാൻ പയ്യന്നൂരിലെ ഒരുപാട് ക്യാമറമാൻമാരെ വെച്ച് പലപ്പോഴായിട്ട് പകർത്തി എന്നുള്ളതാണ്. പിന്നെ അന്ന് സജീവൻ ഹൈനസിനെ പോലുള്ള മനോജ്, നമ്മുടെ ഡാറ്റാണ് മനോജ് കാർത്തിക, അതെ മനോജ് കാർത്തിക, അതുപോലെ റിജുൽ, അദ്ദേഹം അകാലത്തിൽ നമ്മളെ വേർപൊഴിഞ്ഞ ആളാണ്. പിന്നെ നമ്മുടെ കൃഷ്ണദാസ് ഉണ്ട്, കൃഷ്ണദാസ് മാധവി എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നു. പിന്നെ തരങ്കിണിയുടെ പ്രഭാരട്ടന മോഹനുണ്ട്. അങ്ങനെ കുറേ പേര്, ഞാൻ ഒരുപാട് ക്യാമറമാൻമാരുടെ സഹായം കൊണ്ടാണ് ഇത്. ഞാൻ മാത്രമാണ് എപ്പോഴും ഉണ്ടായിരുന്ന ഒരാൾ, കാരണം ഇതിൻ്റെ സംവിധായകൻ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ തുടക്കം മുതൽ. ഇപ്പം രാജീവിനറിയാം പയ്യന്നൂരെ മറ്റ് ക്ഷേത്രങ്ങളും കാവുകളുമായിട്ട് പയ്യന്നൂർ അമ്പലത്തിനുള്ള ബന്ധം. അവിടുന്ന് ഒരു വർഷത്തെ ആചാരങ്ങൾ, അത് നിറ, പുത്തരി, അതല്ലെങ്കിൽ പഞ്ചസാര കലം, അതല്ലെങ്കിൽ ഈ കോമരങ്ങളുടെ വരവ്, പൂരക്കാലത്ത് പ്രത്യേകിച്ചുള്ള വരവ്, ഇപ്പം പയ്യന്നൂർ തെരുവെന്ന് പിന്നെ എന്താ പറയുക പുതിയ ഉടുപ്പ് വരുന്ന സംഗതികൾ, അങ്ങനെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ആചാരങ്ങളുണ്ട്, ഒരുപാട് ആചാരങ്ങളുണ്ട്. ഈ ആചാരങ്ങൾ പിന്നെ എല്ലാം ഞാൻ പകർത്താൻ വേണ്ടി എൻ്റെ എന്താ പറയുക ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട, ഞാൻ ആ കരിയറിൽ ഇങ്ങനെ മോഹൻലാലിൻ്റെ സിനിമ ചെയ്ത് നിൽക്കുന്ന സമയമാണത്. അപ്പോൾ അത് ചെയ്തത്, പക്ഷെ അത് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ചെയ്തത് കേട്ടോ. കാരണം ഞാനൊരു 100% അതിൽ മുഴുകിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ ചിത്രീകരിച്ച പാട്ടുകൾ മധു ബാലകൃഷ്ണനെ വെച്ചിട്ട് ഞാൻ ചിത്രീകരിക്കുന്നത് എറണാകുളത്ത് ഇതുപോലെ ഈ ക്ഷേത്രത്തിന് ഇനി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് വലിയ ബഹളമാക്കണ്ട, കാരണം നമുക്കറിയില്ലല്ലോ ഇത് എങ്ങനെ വരും, ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നൊന്നും അറിയില്ല. ഇത് നമ്മുടെ മനസ്സിലാണുള്ളത്. അങ്ങനെ എറണാകുളത്ത് ഈ ക്ഷേത്രവുമായി തന്നെ ബന്ധപ്പെട്ട പോലെ നമുക്ക് തോന്നുന്ന ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തി അവിടെയാണ് മധു ബാലകൃഷ്ണൻ ഇത് പാടി അഭിനയിക്കുന്നത്. ഞാൻ സുജാത എന്ന് പറയുന്ന പ്രശസ്ത പിന്നണി ഗായികയെ ഞാൻ ഇതിനു വേണ്ടി ചെന്നൈയിൽ പോയിട്ട് പാടിച്ചു. ഇപ്പോൾ വേണുഗോപാൽ എന്ന് പറയുന്ന വേണുഗോപാൽ പിന്നെ
എൻ്റെ ഒരു സിനിമയിൽ പാട്ട് പാടി. അപ്പോൾ ആ ബന്ധം വെച്ചിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു സ്റ്റുഡിയോ ഒരു വേണുഗോപാലിനെ കൊണ്ട് പാടിച്ചു. പിന്നെ റിമി ടോമി ഉണ്ട്, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഈ കലശപ്പാട്ടല്ലാതെ ഒരു പാട്ടുണ്ട് ആ സിനിമയിൽ. അത് ഒരു കാവടി ചിന്ത് എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് എഴുതിയത് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സുഹൃത്തൻ തന്നെയായിട്ടുള്ള വിനോദാണ്. അത് പാടിയിരിക്കുന്നത് ജയചന്ദ്രനാണ്. ആ പാട്ട് അദ്ദേഹം മനോഹരമായി പാടി. മറ്റേ പിന്നെ ഒരു കാവടി ചിന്ത് എന്ന് പറയുന്ന പാട്ട് അത് ഞാൻ തൃശ്ശൂർ ചേതന സ്റ്റുഡിയോയിൽ. അങ്ങനെ ഞാൻ പറയുന്നത് അന്ന് കേരളത്തിലും പുറത്തും ഒക്കെയുള്ള സ്റ്റുഡിയോകളിൽ നമ്മൾ സഞ്ചരിച്ച്, ഞാൻ ഇങ്ങനെ എന്താ പറയുക, ഒരു ഭയങ്കര പാഷൻ എന്ന് പറയില്ലേ, അങ്ങനെ സഞ്ചരിച്ച് നമ്മളുണ്ട്. ഇപ്പൊ കാവാലം ശ്രീകുമാറാണ് ത്രിദിശപുര തുല്യമാം പയ്യന്നൂരിൽ എന്ന് പറയുന്നത്. പിന്നെ അതിൽ ഈ മറ്റേ കൊൽക്കളിയിലെ ചിന്തിന് പാടുന്ന പാട്ടാണ്, മംഗളം പാടി അവസാനിപ്പിക്കുന്ന പാട്ടാണ്. അതിലൂടെയാണ് അത് തീരുന്നത്. അത് ഞാൻ കാവാലം ശ്രീകുമാറാണ് പാടിയത്. അദ്ദേഹത്തെ ഞാൻ ട്രിവാൻഡ്രത്താണ് ചിത്രീകരിച്ചത്. അങ്ങനെ വലിയ പ്രവർത്തനങ്ങളാണ് ഇതിന്റെ പിന്നിൽ. ആ സമയത്ത് വലിയൊരു ഹാർഡ് വർക്ക് അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ പിന്നെ ഭക്തര് പെട്ടെന്ന് തന്നെ ഏറ്റെടുക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു എന്താ പറയാ, നമുക്ക് അങ്ങനെ ചിലത് അങ്ങനെ ഉണ്ടല്ലോ. കാരണം എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, പെരുമാൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം പാഴായി പോവില്ല എന്നുള്ള ഒരു ഉറപ്പാണ് ഇതിനൊക്കെ നമ്മളെ മുമ്പോട്ട് നയിക്കും. ഇനി ഒരു പ്രത്യേക കാര്യം, അന്ന് പ്രൊഡ്യൂസർ ഒന്നുമില്ല കേട്ടോ. നമ്മൾ തന്നെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ അന്ന് എനിക്ക് ആവശ്യമുണ്ടായിരുന്നു പ്രൊഡ്യൂസർ വേണം നമുക്ക്. കാരണം ഇതിന് വലിയ ചെലവാണ്, വലിയ പൈസ. ആ കാലത്ത് ഇന്നത്തെ പോലെ അത് മാത്രമല്ല ഇന്നിപ്പം പോലെ നമുക്ക് അത് ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ അത്ര പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. CD ആണ് അന്ന്. CD കാസറ്റിലാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെലവുകളും കാര്യങ്ങളും ആ സിസ്റ്റമാണ്. അപ്പൊ ഞാൻ സമീപിച്ചത് പയ്യന്നൂരിലെ ജ്യോതിസദനം ട്രസ്റ്റിനെയാണ്, മാധവേട്ടനുമായിട്ട്, അതുപോലെ നാരായണേട്ടനുമായിട്ടൊക്കെ. നാരായണൊക്കെ ആയിട്ട് എനിക്ക് ഈ പറയുന്ന വളരെ മുമ്പേ നല്ലൊരു പരിചയം ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ടും നാട്ടുകാർ അദ്ദേഹത്തിന് നമ്മളെ അറിയാലോ. അപ്പം ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു, എനിക്ക് പൈസയെക്കാളും ആവശ്യം അങ്ങനെ ഒരു പിന്തുണ വേണമെന്ന് പറയില്ലേ നമ്മള്. അപ്പം അത് അവര് തന്നു എന്നുള്ളതാണ്. ആ പേര് വെക്കാന്ന് പറഞ്ഞു. മാധവേട്ടൻ അന്നത്തെ കാലത്ത് ഒരു എമൗണ്ട് എന്നെ തന്ന് സഹായിച്ചു. പക്ഷേ അതിന്റെ ചിത്രീകരണത്തിന് അത് മതിയാവുമായിരുന്നില്ല. ഈ CD ഇങ്ങനെ വളരെ വിപുലമായിട്ട് നമുക്ക് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാല്, പിന്നെ അന്ന് വളരെ സജീവമായിട്ട് പയ്യന്നൂർ അമ്പലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് കാര്യത്തിനും നല്ല രീതിയിൽ പിന്നെ സംഭാവന ചെയ്യുകയും സഹായിക്കുകയൊക്കെ ചെയ്യുന്ന വേറൊരു ജ്യോതിഷനുണ്ട്. അദ്ദേഹം കാസർഗോഡാണ്, CV പൊതുവാളൻ. അപ്പൊ CV പൊതുവാളിനോട് ഇങ്ങനെ നമ്മൾ സംസാരിച്ചിരിക്കുന്നു. അപ്പൊ അദ്ദേഹം ഈ പറയുന്നത് പോലെ ഈ ഭക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ താല്പര്യമുള്ള ആളാണ്, പ്രത്യേകിച്ച് സംഗീതത്തോട് താല്പര്യമുള്ള. ഒടുവിൽ അദ്ദേഹം എന്നോട് ഇത് സമ്മതിക്കുകയും ചെയ്യാം. അപ്പൊ ഇവരായിരുന്നു അതിന്റെ വളരെ സജീവമായിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇതിനകത്ത് ആദ്യം ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ മധു ബാലകൃഷ്ണന്റെ സോങ്ങാണ്, സ്കന്ദാവർഗനന്ദൻ. ഗ്രാമം പ്രതിഭയുണ്ട്, നമ്മുടെ പിയൂരായിട്ടൻ അധ്യക്ഷ മറ്റേ പ്രസിഡന്റ് ആയിട്ടുള്ള, അവരുടെ സംഗീത സദസ് ഉണ്ടാവാറുണ്ട് നവരാത്രിക്ക്. ഈ ഇടക്കാലത്തൊക്കെ അവര് അത് സംഘടിപ്പിച്ചൊരു സമയമുണ്ട്. അങ്ങനെ ഒരു സമയത്താണ് ഇത് ഞാൻ ആദ്യമായിട്ട് ഒരു സ്ക്രീനിൽ നമ്മുടെ നാട്ടിലെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഗ്രാമപ്രതികയുടെ വാർഷികത്തിനാണെന്നാണ് തോന്നുന്നു എനിക്ക് രണ്ടാമത്തെ പെട്ട. അവരുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ രായട്ടൻ ഇതിനകത്ത് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റ് ആൾക്കാരും എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രത്യക്ഷമായിട്ട് തന്നെ അതിന് നമുക്ക് വേദി തന്ന് അത് നല്ലൊരു കാര്യമാണ് എന്ന് പറയാന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അംഗീകരിക്കുക എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടന്റ്. അതെ, അന്ന് എനിക്ക് മനസ്സിലായി ഇത് കയ്യടി കണ്ടപ്പോ, ഇത് ഏറ്റെടുത്തപ്പോ എനിക്ക് ആ ഊർജത്തിനാണ് പിന്നെ നമ്മള് ബാക്കി എല്ലാ പാട്ടുകളുടെയും ത്വരിതമായിട്ട് ഈ വർഷം തന്നെ അത് പുറത്തിറക്കണം, 2010 തന്നെ അത് പുറത്തിറക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അതിന്റെ ഇടയിൽ സംഭവിച്ചൊരു കാര്യം, പിന്നെ നമ്മുടെ ഈ അന്ന് ഇപ്പോഴും ഉണ്ടത് ചാനലുകളിലൊക്കെ രാവിലെ ഭക്തിഗാനം വരും. നമ്മളത് ഈ പാട്ട് സെൻസർ ചെയ്തിട്ട് ചാനലിന് കൊടുക്കണം. അപ്പൊ അത് എല്ലാ ഭക്തിഗാനങ്ങളുടെ സെഷനിൽ രാവിലെ എല്ലാ ചാനലുകളിലും, അങ്ങനെ മലയാളത്തിലെ എല്ലാ പ്രമുഖമായ ചാനലുകളിലും ഞാനിത് എത്തിച്ചു കൊടുക്കും, ഈ മധു ബാലകൃഷ്ണന്റെ സോങ്. അങ്ങനെ അത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു സമയത്ത് ഞാൻ ബാക്കി അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളൊക്കെ നടത്തി 2010 ഈ വൃശ്ചികമാകുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്തത്. കോൽക്കളിപ്പാട്ട്
പിന്നെ ഭക്തിഗാനാക്കുന്നു എന്നുള്ളതായിരുന്നു ചില യാഥാസ്ഥിതികമായിട്ടുള്ള ആൾക്കാരുടെ പരാതി. അവരോട് ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ ഇത് കോൽക്കളിക്ക് വേണ്ടി എഴുതിയ പാട്ടല്ല, ഇതിലെല്ലാം ദൈവങ്ങളുടെ സ്തുതിയാണ്. ഈ കോൽക്കളിയിലെ ഏത് പാട്ടിയെടുത്ത് ഞാനത് നല്ല രീതിയിൽ ഇത് റിസർച്ച് ചെയ്ത ആളാണ്. ഞാൻ അതിനുശേഷം ഒരു ഡോക്യുമെന്ററിയും കൂടെ കോൽക്കളിയെ കുറിച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ്. പിന്നെ ഈ പറയുന്നത് പോലെ ആർക്കും ആദ്യമൊന്നും നമ്മളെല്ലാം വിജയിക്കുമ്പോഴാണല്ലോ നമ്മുടെ കൂടെ ആളുകൾ നിൽക്കുക. അപ്പം ഞാൻ അന്ന് എടുത്ത സമീപനം, ഈ ചന്തയിൽ വെച്ചിട്ട് ഇതെന്തായാലും വിൽക്കൂല. കാരണം ഇത് മുളക് ബജി പോലെയോ കടല പോലെയോ പുറത്ത് വിൽക്കൂല, പെരുമാളുടെ CD. അതിന് എനിക്ക് അതിൻ്റെതായൊരു സൗകര്യം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവണം എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഒരു അപേക്ഷ ഞാൻ ഈ ട്രസ്റ്റി ബോർഡിന് മുമ്പാകെ വെക്കുക. കാരണം ഇത് പയ്യന്നൂർ അമ്പലത്തിൻ്റെ ഒരു പ്രസാദം പോലെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ ഒരു എന്താണ് പറയുക, ഒരു വർക്ക്. അത് പിന്നെ നമ്മളിപ്പോൾ ഇത്രയും കാലം സിനിമയിൽ വർക്ക് ചെയ്തതിൻ്റെ ഒരു അനുഭവ സമ്പത്തുനിന്ന് വരുന്ന ഒരാളല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കതിൻ്റെ ഒരു പരിഗണനയിൽ അങ്ങനെയൊക്കെ ചില സൗകര്യം തരും എന്നുള്ള പ്രതീക്ഷയാണ് ഇതൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, പെരുമാളുടെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ പിന്നെ അതിന് തടസ്സമില്ല. ഞാൻ കല്യാണ മണ്ഡപത്തിൽ ഏറ്റവും വലിയ മാർക്കറ്റിങ്ങോടെയാണ് അത് നടത്തിയത്. കാരണം ഞാനത് അവിടുന്ന് പുറത്തേക്ക് ഇറക്കിയിട്ട് സാധാരണ ഒരു സ്റ്റോറിൽ വെച്ച് അത് നടത്താൻ പാടില്ല എന്നുള്ളൊരു വിചാരം എനിക്കുണ്ടായിരുന്നു. കാരണം അങ്ങനെ വിൽക്കേണ്ടതല്ല പെരുമാളുടെ പാട്ടുകൾ എന്നുള്ള അങ്ങനെ ഒരു എഫേർട്ടല്ല ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടെ നല്ലൊരു വലിയ കൗണ്ടറിന് എനിക്ക് അവർ അനുവാദം തന്നു. ഒരുപാട് സംസാരങ്ങൾക്ക് ശേഷമാണെങ്കിലും അവരത് സമ്മതിച്ചു. പിന്നെ വലിയ LCD, അന്നത്തെ വലിയ സ്ക്രീൻ ഉണ്ടല്ലോ, LED മറ്റേ വോള് മറ്റേ ഇതൊക്കെ കൊണ്ടുവന്ന് വലിയ രീതിയിൽ പരസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടാണ് അത് ഒരു വലിയ ഓളം ഉണ്ടാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ വിൽപ്പന. എനിക്ക് ഇന്നിപ്പം രാജീവ, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഈ 15 വർഷം മുമ്പ് രാവിലെ ഈ പാർസല് റിയാൻ സ്റ്റുഡിയോ എന്നാണ് കൊച്ചിയിൽ നിന്ന് ഇത് വരുന്നത്. അത് തലേന്ന് കൊണ്ടുവന്ന് അതിവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ച് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മുടെ എനിക്ക് ഓർമ്മയുണ്ട്, പ്രമോദ് ഉണ്ട് നമ്മുടെ അന്നൂരിലെ ഡിസൈനർ. അപ്പോൾ പ്രമോദിൻ്റെ ഡിസൈനിലാണ് അവിടെ നല്ല ഷോക്കേസൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് നമ്മളത് അവിടെ വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് വലിയ നല്ലൊരു ഡിസൈനിങ്ങിൽ നമ്മളതിൻ്റെ മാർക്കറ്റിംഗ് തുടങ്ങി. ആദ്യ ദിവസം തന്നെ ഇത് ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഭയങ്കര, ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ. കാരണം രാജീവിനറിയാം, പയ്യന്നൂർ അമ്പലം എന്ന് പറയുന്നത് പയ്യന്നൂരിൻ്റെ 4 ഭാഗത്തു നിന്നും വരുന്ന സാധാരണ ഭക്തജനങ്ങളാണ്. അവർക്ക് അവിടെ മറ്റൊന്നും വിഷയമല്ല, ആ ഭക്തിയാണ്. അതവർക്ക് ഇതിലൂടെ കിട്ടിയെന്നുള്ളതാണ്. അവരുടെ ഒരു നല്ല കലാസൃഷ്ടി കിട്ടിയ ഒരു സന്തോഷത്തിൽ അവരെല്ലാവരും അത് നല്ല ചൂടപ്പം പോലെ വാങ്ങിച്ചിട്ട് പോവുകയും നമ്മൾ ആ എഫേർട്ട് എടുത്തതിന് വലിയ സന്തോഷം നമുക്ക് കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ്. അന്ന് വൈകിട്ട് അന്നത്തെ കലാപരിപാടി എന്ന് പറഞ്ഞത് ഈ നിറമാല വെച്ചുകൊണ്ടുള്ള ഭക്തിഗാനമേളയായിരുന്നു. അന്ന് ശങ്കരൻ നമ്പൂതിരി വന്നു, എന്നിട്ട് ഈ കോൽക്കളി പാട്ട് ഇങ്ങനെ പാടി, ആനനം തൊഴുന്നേ എന്നൊക്കെ പറഞ്ഞു. അത് റിലീസ് ചെയ്ത ദിവസം തന്നെ ഹിറ്റായി. അതെ അതെ, അത് അല്ല, എനിക്കെല്ലാം നല്ല ബോധ്യമുണ്ട്, ഞാനൊക്കെ കാണുന്നുണ്ടല്ലോ, ഞാനൊക്കെ അവിടെ ഉണ്ടല്ലോ. സംഭവം എന്ന് പറഞ്ഞാല് നമുക്കത് ഈ വിമർശിച്ച് ചർച്ച ചെയ്തിട്ട് അതിനെ ഇല്ലാതാക്കാനുള്ള സമയം കൊടുത്തില്ല. അങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലെ. നമ്മള് അതിനൊരു സമയം കൊടുക്കണ്ടേ, അതുപോലും ഇല്ലാത്ത രീതിയിൽ ഇതങ്ങ് കേറിയിട്ട് എനിക്ക് തന്നെ അത്ഭുതമായി. അന്ന് തമാശ എന്താണെന്ന് വെച്ചാൽ, അന്ന് ഞാൻ ഈ ഓൺലൈനിൽ ഇത്ര സജീവല്ല. മീൻസ് FBയിലോ സോഷ്യൽ മീഡിയയിലോ യൂട്യൂബിലോ ഒന്നും അങ്ങനെയല്ല. അന്നൊക്കെ ആ സമയത്ത് തന്നെ ആരൊക്കെയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു, അതിന് കോപ്പിറൈറ്റ് ഒക്കെ വന്നു. അത് വലിയ വിഷയമാണ്. അത് നമ്മളൊരു കഷ്ടപ്പെട്ടു പോയതാ. അതിന്റെ എല്ലാ അർത്ഥത്തിലും അത് ക്രിയേറ്റ് ചെയ്ത ഞാൻ അതിന്റെ കോപ്പിറൈറ്റ് ഉള്ള ആളല്ല. അതാണ് അതിന്റെ വിജയം എന്ന് പറയുന്നത്. ഞാൻ ഇതിനിടെ അന്വേഷിച്ചപ്പോ മാംഗോ മ്യൂസിക് എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ് ഇതിന്റെ റൈറ്റ് എടുത്തേക്കുന്നത്. അതായത് ഇത് എങ്ങനെ പോയി നമുക്ക് അറിഞ്ഞൂടാ. ഇത് ഞാൻ പറയുന്നത്, ഇവിടെ ഒരുപാട് ഭക്തന്മാര് വരുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ട് അവര് അപ്ലോഡ് ചെയ്യുന്നു. ഈ അപ്ലോഡ് ചെയ്തത് ആദ്യം ആര് അപ്ലോഡ് ചെയ്യുന്നു, അവരുടേതായിട്ട് ചിലപ്പോ
ഇവര് കണക്ക് കൂട്ടുന്നുണ്ടാവും, എനിക്ക് അറിഞ്ഞൂടാ. അല്ല, ഞാൻ യൂട്യൂബിൽ ഈ സ്കന്ദ എന്ന് പറയുന്ന പാട്ടില്ലേ, ആ പാട്ട് ഇട്ടിട്ട് എനിക്ക് സ്ട്രൈക്ക് വന്നു യൂട്യൂബില്. ചെറിയൊരു ഇത് വന്നു, അവസാനം ആകെ വിഷമായ, അറിയാലോ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് വിഷയം. ഞാന് ഇപ്പം കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 വർഷത്തിന് ഇപ്പറായിരിക്കും ഞാനൊക്കെ ഈ സോഷ്യൽ മീഡിയ ആയിട്ട് വളരെ സജീവമായിട്ട്. അന്ന് ഞാൻ അതിനു മുമ്പേ നല്ല മിടുക്കന്മാരായ ആൾക്കാർ ഇത് ഓൺലൈനിൽ ചെയ്തു. ഇപ്പൊ കാവാലം ശ്രീകുമാറിന്റെ പാട്ട്, ആ പാട്ട് ഗാലറി വിഷൻ എന്ന് പറയുന്ന എറണാകുളത്തുള്ള ഒരു കമ്പനിയുടെ പേരിലാണ് ഇപ്പൊ കിടക്കുന്നത്. നമുക്കിത് ചിരിക്കാനും എനിക്ക് സന്തോഷമാണ്, കാരണം ഇത് ഏറ്റെടുക്കാനല്ല, ഇതിന് വാശിക്കാണല്ലോ ആളുള്ളത്. ഇത് നമ്മുടേതാണ്, അതൊരു വിജയത്തിന്റെ സൂചനയാണെന്ന് ഞാൻ പറയാം. കാരണം വെച്ചാൽ അത് പിന്നെ സുരേഷ് ആണെങ്കിൽ പോലും സുരേഷിന് പോലും സ്ട്രൈക്ക് വരും ചിലപ്പോ അത് കൊടുത്താല്. കാരണം വെച്ചാൽ കോപ്പിറൈറ്റ് പോയി. ഈ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ സംവിധായകനോ അതിന്റെ അതിനൊന്നും ഒരു പ്രസക്തിയില്ലായി. അതിന്റെ മെനക്കെട്ട ആളുകളോ ഇതിന്റെ ബേസിക് ആയിട്ട് ഇതിന്റെ കണ്ടന്റ് ഓണർ എന്ന് പറയുന്നത് വേറെ തരത്തിലാണ് വരിക. പക്ഷെ ഞാനിതെല്ലാം ഭയങ്കര രസകരമായിട്ടാണ് അതിനെ സമീപിച്ച് പോകുന്നത്. ഈ നമ്മുടെ പല കോൽക്കളിക്കും തിരുവാതിരക്കളിക്കും ഒക്കെ ഇതിലെ പാട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചറ പറന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ആ രീതിയിൽ ഈ പാട്ടിനെ ഏറ്റെടുത്ത് ഉണ്ട്. പക്ഷെ ആ രീതിയിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സുരേഷിനെ നമ്മുടെ പയ്യന്നൂര് അതുപോലെ തന്നെ നമ്മുടെ സംവിധാനങ്ങൾ പരിഗണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? രാജീവ്, ഇതെന്തായോ, ഇത് ഒരു കൊടുക്കുന്ന ചോദ്യമാണ്. അപ്പം ഈ വൃശ്ചികത്തിന്റെ ഈ ദിവസം നമ്മൾ ആ രീതിയിൽ ഞാൻ വളരെ പോസിറ്റീവായിട്ട് അതിനെ കാണുകയാണ്. ഞാൻ പറയുന്നത് അത് എനിക്ക് അന്ന് നൽകിയ സന്തോഷമുണ്ടല്ലോ. ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. അതായത് ആ പാട്ടിറങ്ങിയതിനു ശേഷം അന്നത്തെ കല്യാണ ആൽബങ്ങളിലെല്ലാം ഈ പാട്ടാണല്ലോ എല്ലാത്തിലും. അതുപോലെ എത്രയോ ചടങ്ങുകൾ ഇന്നിപ്പോ നിങ്ങൾ ഇപ്പൊ പറഞ്ഞില്ലേ തിരുവാതിരക്കൾ, അതുപോലെ തന്നെ നമ്മുടെ എത്രയോ ഡാൻസ് ഗ്രൂപ്പുകൾ ഇതിലത്തെ ചില പാട്ടുകൾ എടുത്തിട്ട് അതിന് കോറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യം. പക്ഷെ അതെല്ലാം ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഒരു കലാസൃഷ്ടി വന്നാൽ അത് അവരുടെ അവകാശമാണ്. അത് അവർക്ക് പബ്ലിക് അല്ലേ, അവർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. എന്നോട് എത്രയോ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, പ്രവാസികള്, അവരുടെ സ്വന്തം എന്താ പറയാ, രാവിലെ എഴുന്നേറ്റാല് ആദ്യം കേൾക്കുന്നത് ഈ പാട്ടാണ്. പയ്യന്നൂരിന്റെ ആ ഒരു നൊസ്റ്റാൾജിയ വെച്ചിട്ട് ആ പാട്ട് കേൾക്കും എന്നൊക്കെ പറഞ്ഞ സുഹൃത്തുക്കളുണ്ട്. നല്ല സന്തോഷമുള്ള കാര്യമാണ്. പയ്യന്നൂര് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ നമ്മളിത് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്രഷ്ടാവിനെ അത്യാവശ്യം ഇങ്ങനെ ഒരാളാണ് അത് ചെയ്തത് എന്ന് പറയുകയോ അല്ലെങ്കിൽ അയാളെ ഓർമ്മിക്കുകയോ ചെയ്യുക എന്ന് പറയുന്നത് ഒരു എന്നെ സംബന്ധിച്ച് സ്വാഭാവിക നീതി, അത് ഒരു നാട്ടുമര്യാദയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഞാനിതൊന്നും ഒരു കാര്യം കഴിഞ്ഞ് അടുത്തതിലേക്ക് പോകുന്നു എന്നുള്ളതിനപ്പുറത്ത് പിന്നെ കുറെ പേര് എനിക്ക് അയച്ചു തരും കേട്ടോ. ഇത് ചെയ്ത വീഡിയോ അയച്ചു തരും, ഇതിന്റെ ഡാൻസ് ചെയ്ത കോറിയോഗ്രാഫി ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഞാൻ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് നമ്മുടെ തൊട്ട് മുമ്പിൽ തന്നെ ഈ മറ്റേ കോപ്പിറൈറ്റിന്റെ കഥ പറഞ്ഞ പോലെ നമ്മളിത് ദൂരത്തുനിന്ന് 10,000-ങ്ങളിൽ ഒരാളായിട്ട് കേൾക്കുകയോ കാണുകയോ ചെയ്യേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. മെഗാ തിരുവാതിരല്ലേ ഉണ്ടായത്, എന്റെ മനസ്സിന് ഓർമ്മിച്ചിട്ട് പറയുന്നതാണ്. അതില് പിന്നെ ആ വലിയൊരു ചടങ്ങില് ഇതിന്റെ ഈ പാട്ട് ഉപയോഗിക്കപ്പെടുന്നു, അതുപോലെ തന്നെ പല ആളെ ആദരിക്കുന്നു. അങ്ങനെയുള്ളൊരു ഘട്ടത്തില് ജസ്റ്റ് വിളിക്കാനുള്ള ഒരു മര്യാദ പോലും കാണിക്കാതെ പോയി എന്ന ഒരു ചിന്ത താങ്കൾക്കുണ്ടോ? ഞാൻ പറയുന്നത് അത് അവരെ ബാധിക്കുന്ന കാര്യമാണ്, എന്നെ ഇത് ബാധിക്കുന്നില്ല. വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നമ്മളൊരു പാഷനാണ്. ഇപ്പം പ്രത്യേകിച്ച് എൻ്റെ രാജനോട് അങ്ങനെ ഒരു വലിയ സീരിയസ് ആയിട്ട് പറയുന്നത് വെച്ചാൽ, ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ കലാപ്രവർത്തനം നടത്തുന്ന ആളാണ്. ഇപ്പോൾ ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നു. നമ്മൾ ഇന്നലെയോ അല്ല ഈ ഒരു പാഷനും കൊണ്ട് നൽകി. ഇതിൻ്റെ ഇടയിൽ എന്തെല്ലാം സ്ട്രഗിൾ നടത്തിയിട്ടാണ്. അതും രാജീവിന് ഇപ്പോൾ കോളേജിലെ അനുഭവങ്ങളൊക്കെ, അപ്പോൾ ആ കാലഘട്ടത്തിൽ കലോത്സവങ്ങളും ഇതെല്ലാം അറിയുന്ന ഒരാളായതുകൊണ്ടായിരിക്കുമല്ലോ രാജീവനും ഈ ഒരു അടുപ്പം സൂക്ഷിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒരു 4 പരിപാടിയിലോ അല്ലെങ്കിൽ ഒരു 4 നോട്ടീസിലോ ഞാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല. എന്തായാലും അത് അവരുടെ പരിമിതി, ചെറിയൊരു അങ്ങനെ ചിന്തിച്ചാൽ മതി നമ്മൾ. നേരെ മറിച്ച് ഞാൻ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാദിക്കാൻ വേണ്ടിയിട്ടല്ല, എന്റെ സന്തോഷമുള്ള ഇതിന്റെ നേരെ എതിരായിട്ടുള്ള 2 നല്ല കാര്യം പറഞ്ഞത്. ഞാൻ മധു ബാലകൃഷ്ണന്റെ ആദ്യത്തെ പാട്ട് ചെയ്തല്ലോ, വീഡിയോ ചെയ്തു. ഒരു ദിവസം നമ്മുടെ പയ്യന്നൂര് ഈ പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ഒരു സുഹൃത്ത് മുഖാന്തരം എനിക്കൊരു അറിയിപ്പ് വരികയാണ്. എന്താണെന്നറിയോ, അന്നത്തെ പോലീസിലെ വലിയ ഓഫീസർ, അദ്ദേഹം ഇന്നും ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീജിത്ത് IPS, അദ്ദേഹം ഈ പാട്ട് TV-യിൽ കണ്ടിട്ട് അദ്ദേഹത്തിന് ആ പാട്ടൊന്ന് വേണമെന്നാണ്. സത്യം പറഞ്ഞാല്
അന്നേരം ഇത് ഇറങ്ങിയിട്ടില്ല. ആ ഒരു ടി.വിയിൽ വന്നതേ ഉള്ളൂ ഒരു പാട്ട്. എനിക്കത് ഭയങ്കര ആ ഒരു അഭിനന്ദനം ഉണ്ടല്ലോ, അതിൽ കിട്ടുന്ന ഒരു കിക്ക് എന്ന് പറയുന്നത്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട് ഈ CD അദ്ദേഹത്തിന് നേരിട്ട് കൊടുക്കുകയാണ്. ആ ഒരു പാട്ടിന്റെ, ആ ഒറ്റ പാട്ടിന്റെ ആ പാട്ട് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ എനിക്കിപ്പോ അദ്ദേഹം വലിയ ആളാണ്, ഒരുപാട് തിരക്കുള്ള ആളാണ്. പക്ഷെ അന്ന് അദ്ദേഹം അത് വാങ്ങിച്ചിട്ട് പിന്നെ അന്ന് വൈകിട്ട് അദ്ദേഹം കരിക്കകം ക്ഷേത്രത്തിൽ പോകും. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കരിക്കകം ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുകയാണ്. ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഈ നിറമാല കൊണ്ടുണ്ടായിട്ടുണ്ട്. ഈ 15 വർഷങ്ങൾക്ക് ശേഷം രാജീവ, അതിപ്പോ ഞാൻ ഒരാളെയും കൂടെ എന്തായാലും മറന്നു പോകാൻ പാടില്ല. പയ്യന്നൂരിന്റെ നമ്മുടെ പ്രധാനപ്പെട്ട തന്ത്രി എന്താണെന്നറിയോ, അദ്ദേഹം ആത്യന്തികമായിട്ട് ഈ പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം സംഗീതം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഈ പറയുന്നത് പോലെ നമ്മുടെ പാട്ടിന്റെ ഓരോ ഘട്ടത്തിലും, ഈ പ്രവർത്തനത്തിന്റെ ഓരോ ഘട്ടത്തിലും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. തന്ത്രിയെ പോലെ വലിയ ആൾക്കാർ, ഇനി കേരളം മുഴുവൻ അറിയപ്പെടുന്ന ശ്രീജിത്ത് സാറിനെ പോലുള്ള ആൾക്കാർ. രാജീവ, ഞാൻ ചോദിക്കുന്നത് അതിലപ്പുറം എന്താണ്? നിങ്ങൾക്ക് ചിലപ്പോ ഒരാളെ തൽക്കാലമൊക്കെ ഇങ്ങനെ അവഗണിക്കാം, 4 നോട്ടീസിലില്ലാതെ ഒപ്പിക്കാം എന്നല്ലാതെ ഒരു കലാകാരനോ കലാപ്രവർത്തകനോ ചെയ്യുന്ന അയാളുടെ കലാസൃഷ്ടിയെ നമുക്ക് തമസ്കരിക്കാൻ പറ്റും? ഒരിക്കലും. അത് കാലത്തെ മറികടന്ന് മുമ്പോട്ട് പോകുന്നുള്ളതാണ്. കാലത്തെയും മറികടന്ന് അവരുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നുള്ളതാണ്. ഇത് ജനങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട്. അത് പെരുമാളുടെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ പയ്യന്നൂര് ഒരുപാട് സിനിമാ പ്രവർത്തകരില്ലേ? ഒരുപാട് പേരില്ലേ? അപ്പോ പയ്യന്നൂർ അമ്പലത്തിനോ അല്ലെങ്കിൽ അവനവന്റെ നാടിനോ അല്ലെങ്കിൽ നമ്മളെ ഇതിനോ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അന്വേഷണം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഞാൻ അതാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പം ചലച്ചിത്ര പ്രവർത്തനം എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഇവിടെയൊക്കെ ഷൂട്ടിംഗ് വരുന്നുണ്ടെങ്കിലും നമ്മുടെ തെക്കോട്ട് പോയി കഴിഞ്ഞാൽ തന്നെയാണ് ഇതിന്റെ മറ്റ് പല ആസൂത്രണങ്ങളും സ്റ്റുഡിയോ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോ അങ്ങനെ എപ്പോഴെങ്കിലും വന്നിട്ട് പോകുന്ന ഒരുപാട് സിനിമാ പ്രവർത്തകരുള്ള നാടാണിത്. അതില് എത്ര പേര് അവനവരുടെ നാടിന് വേണ്ടി, ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എന്നിലെ ഇവരെല്ലാം കാണുന്ന വ്യത്യാസം രാജീവ, ഞാൻ വലിയ ഒരു നമ്മുടെ ചലച്ചിത്ര അങ്ങനെയൊന്നും അവകാശപ്പെടുന്ന ഒരാളല്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണയില്ല ആളല്ല. പക്ഷെ ഞാൻ എപ്പോഴും നാടിനൊപ്പം സഞ്ചരിച്ചൊരാളാണ്. തീർച്ചയായിട്ടും രാജീവിന് അത് അറിയാം, അത് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ വെറും എഴുത്തുകാരൻ എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു മാളത്തിലോ അല്ലെങ്കിൽ സംവിധായകൻ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ദന്തഗോപുരത്തിലോ ഉള്ള ആളല്ല. രാജീവിന് അറിയാം, വളരെ ചെറുപ്പം മുതൽ കുടുംബ സാഹചര്യമൊക്കെ വെച്ച് നോക്കിയാൽ നമ്മളും ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ്. ഇന്നിപ്പോ സിനിമയിൽ വരിക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഞാൻ പറയുന്നത് ഇന്ന് ഒരുപാട് വഴികളുണ്ട് അല്ലേ? പക്ഷെ അന്ന് അങ്ങനെയല്ല. ഞാനൊക്കെ 90കളുടെ തുടക്കത്തിലൊക്കെ വരുമ്പോൾ അടഞ്ഞ വാതിലുകൾക്ക് മുമ്പിലേക്കാണ് സിനിമ. ഒരു അടഞ്ഞ വാതിലാണ്. അപ്പൊ അവിടുന്ന് നമ്മൾ തുടങ്ങിയതാണ്. അപ്പൊ ഞാൻ പറയുന്നത് അന്നും പക്ഷെ ഒരു സിനിമ ചലച്ചിത്രകാരൻ എന്നുള്ള രീതിയിലും അങ്ങനെയല്ല നമ്മൾ നടന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ ഏതൊരു സാംസ്കാരിക പരിപാടി ഉണ്ടാവും, അതല്ലെങ്കിൽ നാട്ടിലെ ഏത് ആഘോഷങ്ങൾ ഉണ്ടാവും, നാട്ടിലെ സുഹൃത്തുക്കൾ എന്നൊക്കെ പറയുന്ന അത് ആ രീതിയിൽ തിരിച്ചറിയേണ്ടത് ഞാനല്ല, അത് തിരിച്ചറിയുന്നവരുടെ അവരുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ 100% അതിനുവേണ്ടി രീതിയിലാണ് അത് ചെയ്തത്. പക്ഷെ വല്ലാത്ത കഠിനാധ്വാനം ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ നല്ല ചാരിതാർത്ഥ്യമുണ്ട്.